2026 കേരള നിയമസഭാ ഇലക്ഷന് ഇനിയും സമയമുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങളിലെ ചൂട് ഇപ്പോഴേ കൂടിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണ്ണുകൾ ഇപ്പോൾ ഒരൊറ്റ മണ്ഡലത്തിലേക്കാണ്: കണ്ണൂരിലെ പേരാവൂർ. ഇവിടെ കേരള രാഷ്ട്രീയം കണ്ട രണ്ട് വലിയ നേതാക്കൾ തമ്മിലുള്ള ഒരു തീ പാറുന്ന പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. അപ്പോൾ എന്താണ് പേരാവൂരിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് മത്സരമല്ല, അതിലുമൊക്കെ അപ്പുറമാണ്. ഇതൊരു അഭിമാന പോരാട്ടമാണ്, ഒരു രാഷ്ട്രീയ അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഈ ഒരൊറ്റ സീറ്റിലെ ജയവും തോൽവിയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ പോരാട്ടത്തിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പോർക്കളം, അതായത് പേരാവൂർ എന്ന മണ്ഡലത്തെ ഒന്ന് അടുത്തറിയണം. എന്തുകൊണ്ടാണ് പേരാവൂര് ഇത്രയും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാകുന്നത്? പേരാവൂർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ഉറച്ചൊരു കോട്ടയായിരുന്നു. കുടിയേറ്റ കർഷകർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ നിലപാടുകൾക്കൊക്കെ ഇലക്ഷനിൽ ഒരു റോളുണ്ട്. പിന്നെ ഇപ്പോൾ അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളെന്ന് പറയുന്നത് വന്യജീവി ആക്രമണവും കാർഷിക വിളകളുടെ വിലയിടിവുമൊക്കെയാണ്. ശരി, ഇനി നമുക്ക് ഈ പോരാട്ടത്തിലെ പ്രധാനികളിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ ആർക്കും മുഖവുര ആവശ്യമില്ലാത്ത രണ്ട് പേർ. ഒരു സൈഡിൽ നിൽക്കുന്നത് 2011 മുതൽ പേരാവൂരിന്റെ MLAയും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ്. മറുവശത്ത് നോക്കിയാലോ, മുൻ ആരോഗ്യമന്ത്രിയും CPMന്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നുമായ KK ശൈലജ ടീച്ചർ. സണ്ണി ജോസഫിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോണ്ടാക്റ്റുകളാണ്. എന്നാൽ ശൈലജ ടീച്ചർക്ക് ആത്മവിശ്വാസം നൽകുന്നത് 2006 ഇതേ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം നേടിയ ചരിത്രം തന്നെയാണ്. ഈ മത്സരത്തിന്റെ ഒരു ത്രില്ല് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമുക്ക് പേരാവൂരിലെ കഴിഞ്ഞ കുറച്ച് ഇലക്ഷനുകളിലെ കണക്കുകളൊന്ന് നോക്കണം. കാരണം ഈ നമ്പറുകൾ പറയുന്നൊരു കഥയുണ്ട്, അത് കുറച്ച് നാടകീയമാണ്. 2006 ശൈലജ ടീച്ചറിലൂടെ LDF ഈ UDF കോട്ട പിടിച്ചെടുത്തു. പക്ഷേ 2011 ശൈലജ ടീച്ചറെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് സണ്ണി ജോസഫ് സീറ്റ് തിരിച്ചുപിടിച്ചു. 2016 ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹം ആ ലീഡ് ഒന്നുകൂടി ഉറപ്പിച്ചു. എന്നാൽ 2021 കേരളത്തിൽ മൊത്തം ഒരു ഇടതുപക്ഷ തരംഗമുണ്ടായിരുന്നല്ലോ. അപ്പോഴും സണ്ണി ജോസഫ് ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയൊരിടിവുണ്ടായി. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഗ്രാഫ് നോക്കൂ. 2016 ഏകദേശം 8000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്ഥാനത്ത് 2021 ആയപ്പോഴേക്കും അത് 3200-ൽ താഴെയായി കുറഞ്ഞു. കണ്ടില്ലേ? ഈ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണ കുറച്ചൊന്ന് എഫേർട്ടിട്ടാൽ മണ്ഡലം കൂടെ പോരും എന്ന് LDFന് ഇത്രയധികം പ്രതീക്ഷ നൽകുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഇലക്ഷനേ അല്ല. ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും അവരുടെ മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് ഈ പോരാട്ടം. കാരണം ഇവിടെ തോൽക്കുന്നവർക്ക് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. സംസ്ഥാന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്വന്തം സീറ്റിൽ തോറ്റാൽ അത് UDF അണികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ശൈലജ ടീച്ചർക്ക് നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ മറ്റൊരു തോൽവി താങ്ങാൻ പറ്റുമോ? അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. അപ്പോൾ UDFന് ഇത് തങ്ങളുടെ കോട്ട സംരക്ഷിക്കാനുള്ള ഒരു അഭിമാന പോരാട്ടമാണ്. LDFനാകട്ടെ തങ്ങളുടെ ജനകീയ അടിത്തറയുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരവും. അതെ, ഇവിടെ പരാജയത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും അവരുടെ എല്ലാ ശക്തിയും എടുത്ത് പേരാവൂരിൽ പോരാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് വെറുമൊരു സീറ്റിന്റെ പ്രശ്നമല്ല, കേരള രാഷ്ട്രീയത്തിലെ ഒരു പവർ പ്ലേ ആയിട്ട് തന്നെ ഇത് മാറും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അവസാനം ആര് വിജയിക്കും? ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ ഇതാണ്: സണ്ണി ജോസഫിന്റെ പേഴ്സണൽ കണക്ഷൻസ്, പിന്നെ മണ്ഡലത്തിന്റെ ഒരു UDF അനുകൂല ചരിത്രം. പോരാത്തതിന് UDF അധികാരത്തിൽ വന്നാൽ സണ്ണി ജോസഫ് ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാകും എന്ന പ്രചാരണവും അവർക്ക് ഗുണം ചെയ്യും. എന്നാൽ LDF പ്രതീക്ഷ വെക്കുന്നത് ശൈലജ ടീച്ചറുടെ ജനപ്രീതിയിലാണ്. പാർട്ടിക്കപ്പുറം വോട്ട് പിടിക്കാൻ ടീച്ചർക്ക് കഴിയുമെന്നും കുറഞ്ഞുവരുന്ന ഭൂരിപക്ഷവും അവർക്ക് അനുകൂലമാണ്. ഒരു ശൈലജ വേവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. അവസാനം ഈ ഒരു ചോദ്യത്തിനാണ് പേരാവൂരിലെ വോട്ടർമാർ ഉത്തരം കൊടുക്കേണ്ടത്. മണ്ഡലത്തിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന ആഴത്തിൽ വേരുകളുള്ള നേതാവിനെയാണോ അവർക്ക് വേണ്ടത്? അതോ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയ വലിയ താരപരിവേഷമുള്ള ഒരു നേതാവിനെയാണോ അവർ തിരഞ്ഞെടുക്കുക? ഇത് ശരിക്കും പേരാവൂരിന്റെ മാത്രം ചോദ്യമല്ല. പേരാവൂരിലെ ഫലം എന്തുതന്നെയായാലും അതിന്റെ അലയൊലികൾ കേരള രാഷ്ട്രീയം മുഴുവനും ഉണ്ടാകും.
കാരണം ഒരു പാർട്ടി പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഭാവിയും ഒരു ജനകീയ നേതാവിന്റെ തിരിച്ചുവരവും അതുപോലെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഗതിയും ഒരുപക്ഷെ ഈ ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിച്ചേക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം ആ മലയോര മണ്ണ് ആർക്കൊപ്പം നിൽക്കുമെന്ന്.